അസ്സലാമു ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ നല്ല മഴയാണ്, പുല്ലൊക്കെ വീണ്ടും കിളിർത്ത് വരുന്നുണ്ട്. ഈ പുല്ലിന് മാത്രം വളം ഇട്ട് കൊടുക്കണ്ട, ഒന്നും ചെയ്തു കൊടുക്കണ്ട അല്ലേ. എന്തൊരു വളർച്ചയാണ്. വേറെ ചെടികൾ നട്ടു കഴിഞ്ഞാൽ അതിന് എന്തെല്ലാം നോക്കണം അല്ലേ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെടികളൊന്നും നട്ട് വളർത്താത്തത്. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയും എനർജിയോടെ ചെയ്യുന്നതിന് ഒരു ചെറിയ റീസൺ ഉണ്ട്, ചെറിയ റീസൺ. അതെന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ, എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത്. അപ്പോൾ ജിമ്മിൽ പോയി വന്ന ശേഷം നമ്മുടെ പരിപാടി ഇതാ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പ്രീ വർക്കൗട്ടായിട്ടും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ് കേട്ടോ. ഓട്സ്, അതിലോട്ട് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം, ഇതുപോലെ റോബസ്റ്റ്, പിന്നെ ഫാറ്റ് ഇല്ലാത്ത മിൽക്ക്, ബദാം മിൽക്ക് ആണെങ്കിൽ സൂപ്പർ. ഇനി നമുക്ക് ഇച്ചിരി ഹണിയും അതുപോലെ ചിയാ സീഡൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക. ഞാൻ അവിടെ കുതിർത്തിയ ചിയാ സീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സ് ആയിട്ട് നമുക്ക് ബദാം എടുക്കാം, കാഷ്യൂ എടുക്കാം, എല്ലാം എടുക്കാം, പിന്നെ ഡേറ്റ്സ് എടുക്കാം. അപ്പം ഞാൻ കോഫിൻ്റെ ഒരു ഇച്ചിരി പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ. കുറച്ചധികം ഫില്ലിംഗ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ഓട്സ് സ്മൂത്തി കുടിച്ചാലുണ്ടല്ലോ, അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. നമുക്ക് ഉച്ച വരെ പിന്നെ വിശപ്പേ ഉണ്ടാവില്ല. അത്രയും വിശപ്പിനെ അടക്കി വെക്കുന്ന ഒരു സംഭവം കൂടിയാണ്. പിന്നെ വെള്ളം കുടിച്ച് നമ്മൾ വിശപ്പുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ്, കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും പോയ ശേഷം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ അതിൽ കാണിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ താത്താക്കും അനിയത്തിക്കും ഉമ്മാക്കും എല്ലാവർക്കും വിളിക്കുക. കാരണം കിച്ചണിൽ തന്നെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ പാത്രം കഴുകുന്ന ടൈമിലാവുമ്പോൾ ഗ്യാസ് സ്റ്റൗവ് ഒന്നും ഓണായിട്ടുണ്ടാവില്ലല്ലോ. എന്നോട് സ്റ്റൗവിൻ്റെ അടുത്ത് നിന്ന് ഫോൺ യൂസ് ചെയ്യരുതെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പാത്രം കഴുകി, ഒരുപാട് പാത്രം കഴുകാനുണ്ടായിരുന്നു. ആ ടൈമിൽ എല്ലാവർക്കും വിളിച്ച് കുറേ സമയം കത്തി വെച്ചു. സാധാരണ ബ്ലൂടൂത്തൊക്കെ കണക്ട് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ എൻ്റെ ബ്ലൂടൂത്തിന് എന്തോ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. രാവിലെ പോയി മുരിങ്ങയൊക്കെ വലിച്ചത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നന്നാക്കിയിട്ട് എടുക്കണം. രാവിലെ നമുക്ക് ചെറിയൊരു പരിപാടിക്ക് മുരിങ്ങ ആവശ്യമുണ്ടായിരുന്നു കേട്ടോ, അതിന് വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ അവിടെ പാത്രങ്ങളൊക്കെ കഴുകി ഞാനൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെയും കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു. കാരണം ആ ഒരു വെക്കുന്ന ഭാഗം നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഇങ്ങനെ തല കറങ്ങും. അപ്പം ഞാൻ അതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷമുള്ളൂ അടുത്ത എന്താ പറയുക പാത്രം കഴുകലിന് നിൽക്കുള്ളൂ, ഹെവി ആയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇപ്പുറത്തുള്ള ആ പ്ലാറ്റ്ഫോമൊക്കെ കംപ്ലീറ്റ് തുടച്ച് ക്ലീൻ ആക്കിയ ശേഷമാണ് നമ്മൾ ഈ പാത്രം കഴുകാനൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. പിന്നെ വേഗം ബാക്കിൽ പോയി. നായുള്ളതുകൊണ്ട് നമ്മൾ 2-3 ദിവസമായി ബാക്കിൽ ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നായിനെ നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല. നായി ഇനി ആ കുഞ്ഞുങ്ങൾ വലുതാവാണ്ട് അവിടെ നിന്ന് പോവില്ല, ഒട്ടിച്ച് വിടാനും പേടിയാണേനും മനസ്സും കേൾക്കുന്നില്ല. ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ എങ്ങനെയാണ് മനസ്സ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ചകിരീനെയൊക്കെ എടുത്തിട്ട് നമ്മൾ തെങ്ങിൻ്റെ തടത്തിൽ കൊണ്ടുപോയിട്ടു. നമ്മളിവിടെ അടുപ്പൊന്നും കത്തിക്കാത്തതുകൊണ്ട് നമുക്ക് ചകിരി ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ തടത്തിൽ തന്നെ കൊണ്ടുപോയി ഇടുക ചെയ്യുക. തെങ്ങിന് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിരട്ടിയും ചകിരിയും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യാറ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ല അറിവുണ്ടെങ്കിലും ഒന്ന് പറയാം കേട്ടോ. പിന്നെ ഇവിടെ മണ്ണിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിക്കുന്നത് എന്താണെന്നറിയോ, നായുടെ രോമം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നായുമായിട്ടൊന്നും ഒരു പെറ്റ്സേ എനിക്കില്ല. പൂച്ചയോ നായോ ഇനിയിപ്പോൾ വല്ല ബേഡ്സോ അങ്ങനെയൊന്നും എനിക്കില്ല. ആകെ ഉണ്ടായിരുന്നത് നമ്മുടെ സുട്ടുവാണ്. സുട്ടുവിനെ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ. കണ്ടില്ലേ, ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേന് 2 നായ്ക്കളും അവിടെ പോകുന്നത് കണ്ടില്ലേ. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടോ നോക്കി നിൽക്കുന്നു, അങ്ങനെ അവസ്ഥ. അപ്പോൾ എന്തായാലും നമുക്ക് അതുകളുടെ സ്മെല്ല് വല്ലാണ്ട് ഇറിറ്റേഷൻ ആക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ മാസ്കൊക്കെ ഇട്ടിട്ട് അടിച്ചു വരുന്നത്. കാരണം ആ രോമം വല്ലതും ഇനി മൂക്കിലൊന്നും പോകണ്ട, മൂക്കിലും വായിലൊന്നും പോകണ്ട വിചാരിച്ചിട്ട് ഞാൻ വേഗം പോയി മാസ്കൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈ ഭാഗത്ത് അടിച്ചു വരുന്നത്. അടിച്ച വാരം മാത്രമല്ല ഞാൻ ചെയ്ത്, മൊത്തത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കഴുകി വിട്ടു കേട്ടോ. സാധാരണ ഈ വെള്ളം തീ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നായി പോവുത്രേ. പക്ഷെ എനിക്കെന്തോ ആ ഭാഗത്തേക്ക് വെള്ളമാക്കാനേ തോന്നിയില്ല, ഞാൻ ആക്കുകയും ചെയ്തില്ല. നമുക്കും കുഞ്ഞുമക്കളെ നമ്മൾ എത്ര കെയർ ചെയ്യുന്നു അതേപോലെ തന്നെ ആയിരിക്കില്ലേ നായ്ക്കളും എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് കേട്ടോ എനിക്ക് അവിടെ വന്നത്. ഇനിയിപ്പോൾ അത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ എടുത്തിട്ട് പോകുമ്പോൾ എടുത്തിട്ട് പോട്ടെ, അല്ലാണ്ട് ഇപ്പോൾ
നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. അങ്ങനെ ഇതാ ഞാൻ അവിടേക്കൊന്ന് അടിച്ചു വാരി. ഇപ്പം ഞാൻ അടിച്ചു വാരിയില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ അവിടെ കിടക്കുന്നത്. ഞാനൊരു ധൈര്യത്തിൽ പോയി അങ്ങ് അടിച്ചു വാരി. പക്ഷെ ആ ഭാഗത്തേക്ക് ഞാൻ പോയില്ല. ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കറിയാം അതുകൾ ഓടി വരും എന്നുള്ളത്. അപ്പം ഞാൻ അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് ഈ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ഒന്ന് വെള്ളം നല്ല ഫോഴ്സിൽ അടിച്ചു വിട്ട് കഴുകി വിട്ടു. ശരിക്കും പറഞ്ഞാൽ ലൈസുകളൊക്കെ ഒഴിച്ച് കഴുകേണ്ട കണ്ടീഷനാണ്. നമുക്ക് സ്മെല്ല് പറ്റൂലല്ലോ, നമുക്ക് പറഞ്ഞാൽ തീരെ പറ്റൂല. എനിക്ക് അതിൻ്റെ സ്മെല്ലുകളൊന്നും ഇഷ്ടമല്ല, നമ്മൾ ഒരു ശീലമില്ലാത്തതുകൊണ്ട്. പക്ഷെ ലൈസോൾ ഒഴിക്കാൻ പേടിയാണ്. ഇനിയിപ്പോൾ ഞാനും കൂടെ വീണ് കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലത്തെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് നമ്മൾ ലൈസോളൊന്നും ഒഴിച്ചില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ കഴുകി നല്ല ഫോഴ്സിൽ അടിച്ചു വിട്ടു. അപ്പോൾ മണ്ണും അതിൻ്റെ രോമവും ഒക്കെ ഉണ്ടായിരുന്നു ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുഴൽ കിണറത്തെ വെള്ളം ഡയറക്റ്റായിട്ട് മോട്ടറിൽ എന്താ പറയുക ഡയറക്റ്റായിട്ട് ഓണാക്കിയിട്ട് ആ പൈപ്പ് കൊണ്ടാണ് അടിച്ചു വിടുന്നത്. അപ്പോൾ നല്ല ഫോഴ്സിൽ വരും. പിന്നെ വാഷിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം പോയിട്ട് അതുകളൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ലഞ്ചൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ലഞ്ച് കാര്യമായിട്ടില്ല, കറിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഉപ്പേരി അങ്ങനത്തെയൊക്കെ വെക്കാനുണ്ട്, ഫിഷ് ഫ്രൈ ആക്കാനുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്താണ് ചിയാ സീഡിൻ്റെ വെള്ളം എങ്ങനെ കുടിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ നാരങ്ങ ഹണിയൊന്നും ചേർത്തൂല. 2 മണിക്കൂർ മുമ്പ് നമ്മൾ ഒരു സ്പൂണാണ് വെച്ചാൽ നിങ്ങൾ കുടിക്കണമെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഡയലൂട്ട് ചെയ്ത് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കിനി അതിനെക്കുറിച്ച് ഈ റെസിപ്പി കഴിഞ്ഞിട്ട് പറയാം. ഞാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുതിർത്തിയ ചെറുപയറിലോട്ട് വലിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വേവിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 വിസിൽ, കുതിർത്തിയ ചെറുപയറല്ലേ, 1 വിസിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ആട്ട എടുത്തിട്ടുണ്ട്, മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇച്ചിരി വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും. ഇനി ചെറിയ ജീരകം ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഞാൻ ഇവിടെ നമ്മുടെ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക ചെയ്യുന്നത്. പലരും ചോദിക്കാറുണ്ട് ചുടുവെള്ളം വേണോ, ചുടുവെള്ളം ഒഴിച്ചാലേ സോഫ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് പച്ചവെള്ളത്തിൽ കുഴച്ചുണ്ടാക്കുന്ന ചപ്പാത്തിൻ്റെ ടേസ്റ്റ് ചുടുവെള്ളത്തിൽ കുഴച്ചുണ്ടാക്കുന്ന ചപ്പാത്തിക്ക് വരൂല എന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ 2 വിധത്തിലും ഞാൻ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെറുപയറിലോട്ടുള്ള അരപ്പ്. ഞാൻ അരമുടി തേങ്ങ, 1 തക്കാളി, ഏകദേശം 1/2 സ്പൂണ് വലിയ ജീരകം നന്നായി അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ, കടുക്, പിന്നെ ഇതാ ഇത്രയും ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ഇതാ 1 ബൗൾ നിറയെ മുരിങ്ങ എടുത്തിട്ടുണ്ട്. 2 ബൗളോ 3 ബൗളോ ഒക്കെ ചേർത്ത് കൊടുക്കാം. സമയമില്ലാത്തതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. വേവിച്ച് വെച്ച് നമ്മുടെ ചെറുപയർ അതിലോട്ട് തട്ടി കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തിള വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികളുടെ വയറ്റിൽ മുരിങ്ങയൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. അപ്പോൾ കുറേ ആയി പിള്ളേർ ഇലക്കറികളൊക്കെ കഴിച്ചിട്ട്. അതിൻ്റെ ഒരു ഇത് നികത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കറിയിലും ചപ്പാത്തിയിലൊക്കെ മുരിങ്ങാക്കിയത് കേട്ടോ. പിള്ളേർക്ക് ഞാൻ ഇന്ന് ഇതായിരുന്നു സ്കൂളിലോട്ട് പാക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അവരെല്ലാം കഴിച്ചു പോയതിന് ശേഷമാണ് നമ്മളിവിടെ ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നിന്നത് കേട്ടോ. അത്രയും തിരക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്, ഡിന്നർ ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എടുത്തത്. കാണാതിരിക്കരുത്, കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ചിയാ സീഡിൻ്റെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ ചിയാ സീഡ് കുടിക്കുമ്പം ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടത് ചിയാ സീഡിൽ ഒരുപാട് കാലോറി ഉണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ ചിയാ സീഡ് കുടിക്കുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ 1 ഗ്ലാസ്സിലാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് എടുക്കാൻ പോകുന്നത് വെച്ചാൽ നട്ട്സും റോബസ്റ്റ് പഴം ഇങ്ങനെയൊക്കെ മാത്രം മതി കേട്ടോ അതിൻ്റെ കൂടെ. ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് വെച്ചാൽ ഗൂഗിളിലൊന്ന് തപ്പിയാൽ മതി. എനിക്ക് അറിയുന്ന ചെറിയൊരു അറിവാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ പ്രോട്ടീൻ ധാരാളം ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കാലോറിയുടെ കാര്യം എനിക്ക് അധികം അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡൗട്ടിൽ പറയുന്നത് കേട്ടോ. ഇനി എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടേ ഇനി എനിക്ക് കേൾക്കണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾ അറിയുന്ന ആൾക്കാരായിട്ട് ഒന്നുകൂടെ സംസാരിച്ച് നോക്കുക. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗൂഗിളിലൊന്ന് തപ്പി നോക്കുക കേട്ടോ.
അങ്ങനെ എന്താ ഞാൻ സിറ്റൗട്ടിൽ ചവിട്ടിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. മക്കളാണ് കേട്ടോ എനിക്ക് ചവിട്ടിയൊക്കെ കഴുകി തന്നത്. ഞാൻ 2-3 ദിവസം മഴയിൽ തന്നെ ഇട്ടു, കാരണം നായി വന്നിട്ട് അത് ഫുള്ള് കടിച്ച് പറിച്ചിരുന്നു. പിന്നെ അത് കടിച്ച ഭാഗമൊക്കെ വേഗം കട്ട് ചെയ്ത് കളഞ്ഞ് മാക്സിമം നീറ്റാക്കി എടുക്കണ പോലെയൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഉമ്മാൻ്റെ കൈയൊന്നും ശരിയാവാണ്ട് നമ്മൾ പുറത്തിറങ്ങുമോയെന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകുമെന്നുള്ളത് ഡൗട്ടാണ്. പറ്റില്ല ഒന്നാമത്. പിന്നെ പോവുകയാണെങ്കിൽ ഞാൻ എനിക്ക് മാത്രം പോകണം. നമ്മൾ ഇമാതിരി ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പോൾ ഉമ്മയും ഉപ്പിയും ഞങ്ങൾ എല്ലാവരും കൂടെ പോവുക, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ചവിട്ടിയൊക്കെ വിരിച്ചിട്ട് ശേഷം ഞാൻ വേഗം എന്താ പറയുക മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചു വാരിയെടുക്കാം. നമുക്ക് പെട്ടെന്ന് അടിച്ചു വാരി എടുക്കണം കേട്ടോ. ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, പെട്ടെന്ന് എൻ്റെ വോയിസ് ഇവിടെ സ്റ്റക്കാവും, കാരണം പെട്ടെന്ന് എൻ്റെ ഇതിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കേട്ടോ, ഒരു കമൻറ്റ്. അയ്യോ, അത് വായിച്ചിട്ടാണ് ഞാൻ സ്റ്റക്കായത്. ഈ പറയുന്ന പോലെ പെട്ടെന്ന് നെഗറ്റീവൊക്കെ കാണുമ്പോൾ നമുക്ക് ആ സ്റ്റക്കാവുന്നത് മാറുന്നില്ല കേട്ടോ. ഇത്രയും വർഷമായി യൂട്യൂബിൽ, എന്നിട്ട് മാറുന്നില്ല അല്ലെ. എന്താണ് ഇങ്ങനെ ജിനിത്ത എന്നൊന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും കമൻറ്റ് ഇടുമോ പ്ലീസ്. അപ്പോൾ എന്തായാലും ഞാൻ വേഗം അടിച്ചു വാരി എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിലൊക്കെ പോയിട്ട് വേഗം ക്ലീൻ ചെയ്തെടുക്കണം, അടിച്ചു വാരണം, തുടക്കണം. ഇങ്ങനത്തെയൊക്കെ ഐറ്റംസുകളുണ്ട് ബാക്കി, ഇങ്ങനത്തെയൊക്കെ പണികൾ ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മംഗ്ലീഷൊക്കെ പറഞ്ഞിട്ട് ആരും എന്നെ കളിയാക്കാനൊന്നും വരണ്ട കേട്ടോ. പിന്നെന്താണ്, നമ്മുടെ ടി വിയുടെ ബ്രാൻഡ് ഏതാണെന്ന് കുറേ ചോദിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയില്ല, ഒരേ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അതേതാണ് ഞാൻ പോയി നോക്കിയിട്ട് പറയാം, മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഈ ട്രൈപോഡിൻ്റെ ഒന്ന് നോക്കിയാലോ. എൻ്റെ കയ്യിലുള്ള ഒരു ട്രൈപോഡാണ് ഈ കാണുന്നത് കേട്ടോ. എവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യാറ് എന്നൊക്കെ ചോദിക്കാറില്ലേ, ഇതിൽ ഷൂട്ട് ചെയ്യും. പിന്നെ വേറെ ഒന്നുണ്ട്, ഞാൻ വേറെ ഒന്നുള്ളതാണ് എപ്പോഴും എടുക്കാറ്. ഇത് നമ്മൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു ട്രൈപോഡ് എടുക്കും കേട്ടോ. ഇത് വലിയ ബലമല്ല, പക്ഷെ വേറെ ഒന്നുണ്ട്, അത് ഭയങ്കര ബലമാണ്, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഈ ട്രൈപോഡിന് 2000 ആണ്. വേറെ ഒന്നുണ്ട് എന്ന് പറഞ്ഞില്ല, അതിന് 4000 സംതിങ് എന്തോ ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ അത് അടിപൊളിയാണ്. അതിൽ മോണോപോഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരു വ്ളോഗിൽ, പണ്ടത്തെ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ഭയങ്കര വെയിറ്റും ഹെവി ആയതുകൊണ്ട് എനിക്കത് യൂസ് ചെയ്യാൻ കുറച്ച് മടിയാണ്, കാരണം ഭയങ്കര സ്പേസ് വേണം അത് യൂസ് ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അത് യൂസ് ചെയ്യാൻ. കെട്ടിപ്പൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികളുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി, അവിടുത്തെ ടർക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം തട്ടി എടുത്ത് നമ്മളിതാ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടി വിയുടെ ബ്രാൻഡ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ടി വിയുടെ ബ്രാൻഡ് സോണിയാണ്. ഇഞ്ച് 65 കേട്ടോ. കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ഫിലിമൊക്കെ കാണുന്നത് നമ്മൾ സൺഡേയിൽ ഒരു ഫിലിം കാണും, ഏതെങ്കിലും ഒരു ഫിലിം ഫിക്സ് ചെയ്തിട്ട്, ടൈമൊക്കെ ഫിക്സ് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കാണും. പക്ഷെ പോപ്കോൺ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ട് കുറച്ചിരുന്ന് കാണാറില്ല. അയ്യോ, ആംബുലൻസ് പോണാണ്ടില്ലേ, ഭയങ്കര പേടിയാണ് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തു. ഇനി ഹാളിലുള്ള അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. നമ്മൾ ജിമ്മിന് പോകുമ്പോൾ എടുത്ത ബാഗും അതും ഇതും ഒക്കെ ഉണ്ടാവും, അതിനൊക്കെ അതിൻ്റെതായ സ്ഥാനത്തന്നെ കൊണ്ടുവച്ച് വേഗം അടിച്ചു വാരി എടുക്കും. ഇനി നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്, കാരണം ഉമ്മാക്കും ഉപ്പാക്കുള്ള ചോറൊക്കെ കൊടുക്കണ്ടേ. ഞാൻ പിന്നെ ഇന്ന് അത്യാവശ്യം ചപ്പാത്തി നമ്മുടെ സ്മൂത്തിയൊക്കെ കുടിച്ചതുകൊണ്ട് എനിക്ക് വലിയ വിശപ്പില്ല. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. ഞാൻ എന്താ പറയുക, കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കുറേശ്ശായിട്ട് എൻ്റെ ബോഡിയിൽ ഇത് കിട്ടുന്നുണ്ട്, കാപ്സ് മാക്സിമം കുറച്ചിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും കുറച്ച് കഴിക്കേണ്ടി വരും, കാരണം അന്വേഷിക്കാൻ ആളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വേഗം അടിച്ചു വാരിയെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെന്താണ്, മാസ്ക് ഇട്ടിട്ടാണല്ലേ ഇന്നത്തെ ഫുള്ള് വ്ളോഗ്. ഞാൻ മാറാലൊക്കെ തട്ടാൻ വേണ്ടി മാസ്ക് ഇട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് നമുക്ക് ഫുള്ള് മാസ്കിൽ അങ്ങോട്ട് ഇറങ്ങിയേക്കാന്ന്. രസമല്ലേ, സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ വേഗം പോയി. അയ്യോ, പിന്നെ സ്റ്റൗവിൻ്റെ അവിടെ ഫോണ്, സോറി.
ഈ പെണ്ണിന് വേറെ പണിയില്ലേ എന്നായിരിക്കില്ലേ നിങ്ങൾ പറയുന്നത്. അപ്പം ഞാൻ ഒരു കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ രീതിയിലൊരു ഉപ്പേരി അല്ലെങ്കിൽ സ്ക്രാമ്പിൾ ആക്കിയിട്ട് എടുക്കാനുള്ള മുരിങ്ങയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ഒരു 2 എഗ്ഗും വലിയുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് നമുക്ക് അങ്ങോട്ട് കൊത്തി പൊരിച്ചെടുക്കാം. അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലല്ലേ. എനിക്കറിയണ്ടായിരുന്നില്ല കേട്ടോ ഈ മുരിങ്ങയിൽ മുട്ടയിട്ടിട്ട് വെക്കുന്നുള്ളത്. അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് അറിഞ്ഞിട്ടുള്ള കൂട്ടാനുകളാണ്. ഞങ്ങളുടെ നാട്ടിൽ തേങ്ങ മാത്രം ഇട്ടിട്ട് വെക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഈ എന്താ പറയുക മുരിങ്ങയൊന്നും കഴിക്കാത്ത പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സൂത്രപ്പണിയാണ്. ഇപ്പൊ രാവിലെ ഞാൻ ചെയ്തില്ലേ അതേപോലെ പണ്ടത്തെ ആൾക്കാരുടെ ഒരു സൂത്രപ്പണിയാണ് ഇത്ര. പിന്നെ മുരിങ്ങ വെച്ചിട്ട് തന്നെ നമുക്ക് ഓംലേറ്റും അടിച്ചിട്ടെടുക്കാം. ഓംലേറ്റിൽ മുരിങ്ങ ഇടാം, ചീര ഇടാം. അപ്പൊ പിള്ളേർ ആ ഓംലേറ്റാണ് കഴിക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതിയിൽ മുരിങ്ങ ആണെങ്കിലും ഇലക്കറികളാണെങ്കിലും ഒക്കെ പോകും. എൻ്റെ പിള്ളേർ പിന്നെ ഇലക്കറികൾ കഴിക്കും, പരിപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കഴിക്കും. ഉപ്പേരി ഒന്നും വലിയ താല്പര്യമില്ല കേട്ടോ, കാരണം കുറച്ച് ഡ്രൈ ആയിരിക്കില്ല ഉപ്പേരി, അതുകൊണ്ട്. അപ്പോൾ ഞാൻ അവർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് പരിപ്പിലിട്ടിട്ട് അങ്ങനത്തെ കറിയാക്കിയിട്ടും കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ എഗ്ഗും മുരിങ്ങയും കൂടി സ്ക്രാമ്പിൾ ആക്കാൻ പോവാണ്. റെസിപ്പി ഒന്ന് ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് വലിയുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്ത് മുരിങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെന്ത ശേഷം 2 എഗ്ഗും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെപ്പറും ഉപ്പൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. ശരിക്കും പറഞ്ഞാൽ ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഫുഡും കൂടിയാണ്. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇക്ക പണ്ടുണ്ടല്ലോ ചീരയും എഗ് വൈറ്റും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു മോർണിംഗിൽ. ഭയങ്കര റിസൾട്ട് ആയിരിക്കും കേട്ടോ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ. പിന്നെ നമുക്കിപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതായത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരു ദിവസം ഇപ്പോൾ കടിച്ച് പിടിച്ച് ഡയറ്റൊന്നും എടുക്കണം എന്നൊന്നും പറയുന്നില്ലല്ലോ. ഒരു ദിവസം നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കുക. പിറ്റേ ദിവസം ഡയറ്റ് ഫുഡിലാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ അങ്ങ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മെൻ്റലി ഡൗൺ ആവില്ല. ഡയറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ മെൻ്റലി ഭയങ്കര ഡൗൺ ആവുന്ന ഒരു ഏർപ്പാടാണല്ലോ എന്തായാലും. അപ്പോൾ അതാ ഞാൻ ഫുഡൊക്കെ ആക്കിയ ശേഷം ജസ്റ്റ് മീനൊക്കെ പൊരിക്കാനിട്ട ശേഷം നമ്മളവിടെ എഗ്ഗിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വേഗം വന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ പാത്രം കഴുകാൻ മടിയുള്ള ഒരുപാട് പേരുണ്ട് അല്ലേ, ഞാൻ കണ്ടായിരുന്നു കേട്ടോ. മടിയായിട്ട് എന്താ കാര്യം, നമുക്ക് ഈ കുക്കിംഗ് അല്ലല്ലേ പ്രശ്നം, ഈ 3 നേരത്തെ പാത്രങ്ങളാണ് പ്രശ്നം എല്ലാവർക്കും. പാത്രം കഴുകുക ഇത് തന്നെയാണല്ലേ പ്രശ്നം. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, കഴുകന്നെ, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, ഇതാ ഞാൻ ഹാള് കംപ്ലീറ്റ് തുടച്ചെടുത്തിട്ടുണ്ട്. തുടക്കൽ പരിപാടി ദിവസം ചെയ്തിട്ടില്ലേ മനസ്സിനൊരു ഇത് കിട്ടൂല. പിന്നെ നമ്മുടെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ കട്ടിലിൻ്റെ അടിയിലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കമൻറ്റ് വായിക്കില്ല, ഇപ്പം തന്നെ ഞാൻ പറയാണ്. അപ്പോൾ ആ ഒരു സാധനങ്ങളൊക്കെ ഞാൻ വീക്ക്ലി വൺസ്, അതിൽ ഫുള്ള് ഇക്കാൻ്റെ ജിമ്മിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ. പണ്ട് വീട്ടിലായിരുന്നു ഇക്ക ജിമ്മെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡംബിൾസും ബാറും അങ്ങനത്തെ ഒക്കെ സംഭവം. ഇപ്പോൾ ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് അതിന് പേരൊക്കെ എനിക്ക് അറിയുന്നത് കേട്ടോ. അതിന് മുമ്പ് ഈ കമ്പിയൊക്കെ എന്താണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓരോ പ്രാവശ്യം എടുത്ത് വെക്കുമ്പോൾ. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് അതിനാണ്, ഇതിനാണെന്നുള്ളത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും ഇതാ തുടച്ച് ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് വീണ്ടും കോൾ വന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പണി അവിടെ നിർത്തിയിട്ട് ഇരുന്ന് സംസാരിക്കാൻ നിൽക്കാറില്ല. കാരണം എനിക്കതിന് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം അവിടെ ഡ്രോപ്പായി പോവും. അതുകൊണ്ട് തന്നെ ഞാൻ പണ്ട് മുതലേ ശീലിച്ചൊരു കാര്യമാണ് കേട്ടോ ഇത്. നമ്മൾ വേറെ പണിൻ്റെ ഇടയിലാണെങ്കിലും സംസാരിച്ചുകൊണ്ടേ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ കറി ചൂടാക്കി ഇപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ ഉണ്ടാക്കിയ ചെറുപയർ കറി നമുക്ക് ചോറിനും പറ്റുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിന് ഒരു ഉഷാറില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉള്ളിയും പച്ചമുളകും പുളിയും ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള നമ്മൾ ഒരു ചമ്മന്തി അരക്കൂലേ, കുറച്ച് വെളിച്ചെണ്ണ ലാസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണ അങ്ങനത്തെ ഒരു ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചമ്മന്തിയൊക്കെ കാണുമ്പോൾ നമുക്ക് തറവാടൊക്കെ ആയിട്ട് ഓർമ്മ വരും, നമ്മുടെ കുട്ടിക്കാലൊക്കെ. കൂട്ടാനില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് ആരെങ്കിലും കേട്ടിട്ട് എന്നെ കൊല്ലൂന്നാവോ, എന്താടി നീ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയണു വെച്ചിട്ട്.
അപ്പോൾ എന്തായാലും ഞാൻ ചുമ്മാ അങ്ങ് വിളിച്ച് പറയണമെന്നേ ഉള്ളൂ, റിയാലിറ്റി തന്നെയല്ലേ. അപ്പോൾ കൂട്ടാനൊക്കെ ഇച്ചിരി കമ്മിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തികളിൽ ഒന്നാണല്ലോ ഇത്. അത് പണ്ടത്തെ എല്ലാ വീടുകളിലും മിക്കം ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ നമ്മുടെ ലഘുവായിട്ടുള്ള ഫുഡാണ് കേട്ടോ. ഞാൻ ചോറ് എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് വെച്ചാൽ അത് ഹെവി ആവുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഉമ്മാക്കും ഉപ്പാക്കുള്ള ചോറ് മാത്രം വെച്ചു. അതിന് 1-2 സ്പൂൺ ബാക്കി ഉണ്ടാവും, അത് ഞാൻ കഴിക്കുക. കാരണം എനിക്ക് അത്ര ചോറ് മതി. കൂടുതൽ ചോറ് കണ്ടാൽ കൂടുതൽ കഴിക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഒരു സെൽഫ് കൺട്രോൾ, കുക്ക് ചെയ്യാണ്ടിരുന്നാൽ പോരെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒറ്റയ്ക്കൊക്കെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഡയറ്റ് എടുക്കൽ ഭയങ്കര ഈസിയാണ്. കുക്ക് ചെയ്യാണ്ടിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ അവരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളും കഴുകി വെള്ളമൊക്കെ നിറച്ച് വെച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ ഇങ്ങനെ വൈകിയത് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഗതിയായി. എനിക്ക് ഞാൻ ടയേർഡായിപ്പോയിട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇതോടെ നിർത്താമെന്ന് വിചാരിച്ചു, ഇല്ലെങ്കിൽ മടുത്തു പോകും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് നമ്മുടെ ബാക്കിൽ തുണികളൊക്കെ ഇട്ടു. 1ാമത്തെ വാഷിങ്ങിൻ്റെ തുണി അപ്പോഴേ ഇട്ടു. ഇത് 2ാമത്തെ വാഷിങ് കഴിഞ്ഞതാണ്. വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിൽ എനിക്ക് ജിമ്മിൻ്റെ ആവശ്യമില്ല അല്ലേ. പക്ഷെ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണ് അലക്കൽ, അയൺ ചെയ്യൽ, ഇത് രണ്ടും. അപ്പം എന്തായാലും തുണികളൊക്കെ ഉണങ്ങാനിട്ടു. ഞാൻ നേരത്തെ ഒരു ചിക്കൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ മസാല മാത്രം കൂട്ടി വെച്ചു എന്നുള്ളത്. അതിൻ്റെ റെസിപ്പി ആട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയതാണ്. നമ്മൾ ഏകദേശം ഒരു 1/4 കപ്പ് സോയാ സോസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഹണി ചേർത്ത് കൊടുക്കാൻ പേടിയുള്ളവർ എന്ത് ചെയ്താൽ മതി, ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ വേറൊരു സോസ് ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. പിന്നെ ഒരു പകുതിയോളം വെല്ലുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇതാ കുരുമുളക്. ഈ വെല്ലുള്ളിക്ക് പകരം സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. വരഞ്ഞ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ചെറിയ പീസ് ചേർത്ത് കൊടുത്താലും പ്രശ്നമില്ല. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ വെള്ളം ഒഴിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതുപോലെ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ അതിൽ മുങ്ങിക്കിടക്കുന്ന ഒരു രീതിയിൽ മിക്സ് ആക്കി എടുക്കാം. ഒരു 2 മണിക്കൂർ അടച്ചു വെക്കുക, ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ, ഒലീവ് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇത്രയൊന്നും എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഡയറ്റ് ചെയ്യണവർ കുറച്ച് കമ്മിയാക്കിക്കുക. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ ഈ സോസില്ലേ, അപ്പുറത്തെ ആ സോസ് അത് കളയരുത്, നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ചിക്കൻ നന്നായി ആയി എന്നുള്ള ഉറപ്പ് വരുത്തിയ ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടെടുക്കണം. പിന്നെ ഈ ചിക്കന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് എള്ളുണ്ടെങ്കിൽ വളരെ അടിപൊളിയാണ്. ഞാൻ ഇടയ്ക്കൊന്ന് അടച്ചു വെച്ചിട്ടൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഷാലോ ഫ്രൈ അല്ലേ ചെയ്യുന്നത്, അതിൻ്റെ ആവിയിൽ കിടന്നിട്ട് അതിൻ്റെ ഉള്ളൊക്കെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ. എനിക്കുണ്ടല്ലോ ഇങ്ങനത്തെ സാധനങ്ങൾ കറക്റ്റ് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ കംപ്ലീറ്റ് മൂടും അവിടെ പോയില്ലേ. എഗ്ഗ് പോലും എനിക്ക് വേവിക്കാണ്ട് കഴിക്കണ ഇഷ്ടമല്ല. അവിടെ പിള്ളേരെപ്പോഴും 1 സൈഡ് വേവിച്ചിട്ട് തന്നാൽ മതി പറയും ബുൾസൈ കൊടുക്കുമ്പോൾ. ഞാൻ സമ്മതിക്കുകയില്ല, ഞാൻ 2 സൈഡും നന്നായിട്ട് വേവിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുക. പിള്ളേർക്ക് പക്ഷേ മറ്റേ ശരിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്താ കൊടുക്കാൻ ടെൻഷനുമാണ്, പിന്നെ ഒരുമാതിരി സ്മെല്ലടിക്കൂലേ, അതൊക്കെ കാരണമാണ്. അപ്പോൾ ഇതാ ചിക്കൻ ആയിട്ടുണ്ട്. സെയിം പാത്രത്തിലോട്ട് തന്നെ ഞാൻ ആ ഒരു സോസ് ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ ചിക്കൻ വീണ്ടും അതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ നന്നായി ഇളക്കുക. ഇതിൻ്റെ ആ മസാല ഉണ്ടല്ലോ, അത് വേറെ ലെവൽ ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇക്കാക്കൊക്കെ ജിനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ലെഗ് പീസൊക്കെ കഴിച്ചിരുന്നത്. 1-2 ലെഗ് പീസും കൂടി ഉണ്ടായിരുന്നു വെച്ചാൽ എന്നുള്ളത് മൈൻഡിൽ തോന്നിയിട്ടുണ്ടാവും. ഇനി മേടിക്കുമ്പോൾ നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കണം കേട്ടോ ഇത്, കാരണം ഉണ്ടാക്കാൻ ഭയങ്കര ഈസി അല്ലേ. കുറച്ച് മല്ലിയിലയും കൂടി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിതാ ഇങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തെടുക്കും. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ, ഇതിനെന്താ പേര് എന്നറിയോ, ഹണി ഗ്ലേസ്ഡ് ചിക്കൻ എന്നാണ് എൻ്റെ പേര് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അങ്ങനെ കുറച്ചധികം മല്ലിയില പിന്നെ വൈറ്റ് എള്ളും കൂടി ഉണ്ടെങ്കിൽ സംഭവം പൊളിച്ചു. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമുക്കൊരു സ്കിൻ കെയറിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കാരണം വേറൊരു ദിവസം ചെയ്തതാണ്, എന്നാലും സ്കിൻ കെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വേർഡിക്കിൻ്റെ
വൈൽഡ് ടെർമറിക് ഫേസ് പാക്ക് എടുത്തിട്ടുണ്ട്, മുരിങ്ങയുടെ സീഡ് ഓയിൽ എടുത്തിട്ടുണ്ട്, കുറച്ച് പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വൈൽഡ് ടെർമറിക് ഫേസ് പാക്ക് ഞാൻ ഇതുപോലെ നമ്മുടെ ഫേസിലും കഴുത്തും മാത്രം അപ്ലൈ ചെയ്യണുള്ളൂ. ഇച്ചിരി പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക. മുഖം നന്നായിട്ട് കഴുകിയിട്ട് ഇതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇച്ചിരിയും കൂടി വേണം, ഞാൻ എടുത്ത് കുറച്ച് കമ്മിയായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വിടണം കേട്ടോ. ഇതിൻ്റെ വലിയൊരു ഗുണം എന്താണെന്നറിയോ? മഞ്ഞ നിറമില്ല. അത് തന്നെയാണ് ഇതിൻ്റെ വലിയൊരു ഗുണം. കാരണം ഞാൻ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ സാധാരണ നാട്ടിൻ പുറത്തുനിന്നും അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കണ കസ്തൂരി മഞ്ഞളാണെങ്കിൽ മൊത്തത്തിൽ മഞ്ഞയായിട്ടുണ്ടാവില്ല ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം നമ്മുടെ ആമസോണിലുണ്ട് കേട്ടോ, ഫ്ലിപ്കാർട്ടിലും മേടിക്കാൻ മറക്കണ്ട. കൂടെതാ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ മുരിങ്ങയുടെ സീഡ് ഓയിലാണ്. ഇങ്ങനെ കൈയൊക്കെ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യാനും മുഖത്ത് ഇച്ചിരി ആക്കിയിട്ട് മസാജ് ചെയ്യാനും, ഇനിയിപ്പോൾ ഹെയർ ലോസ് ഉണ്ടെങ്കിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാറ്റിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. അതും നമ്മുടെ വെർഡിക്കിൻ്റെ തന്നെയാണ്. അതും നമ്മുടെ ഇതിലുണ്ട്, നമ്മുടെ ആമസോണിലുണ്ട് കേട്ടോ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് മുഖം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ മുഖം എത്ര ഫ്രഷ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഒരു 2-3 ഡ്രോപ്പ് നമ്മുടെ മുരിങ്ങ സീഡ് ഓയിൽ എടുക്കുക, മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക. ഇങ്ങനെ അടിച്ചടിച്ചൊക്കെ മസാജ് ചെയ്തോളൂ. നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കഴുത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും മുകളിലോട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സ്കിന്ന് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ എന്നൊക്കെ ഞാൻ ബ്യൂട്ടി വ്ളോഗേഴ്സ് പറയണ കേട്ടതാണ്, കറക്റ്റ് അറിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയും. നിങ്ങൾക്ക് ഇഷ്ടമായിച്ച ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ്, FB, ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ.